ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മറ്റു ഭാഷകളിലെല്ലാം ഇതിനോടകം തന്നെ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 വരാൻ പോകുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ചർച്ച എന്ന് പറയുന്നത് ഇത്തവണ അവതാരകനായി മോഹൻലാൽ എത്തുമോ ഇല്ലയോ എന്നതാണ്. സീസൺ 6 ഇത്തരമൊരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ചർച്ചകളൊക്കെ മറികടന്നുകൊണ്ടാണ് മോഹൻലാൽ തന്നെ അവതാരകനായി വീണ്ടും എത്തിയത്. ബിഗ് ബോസ് സീസൺ 6 നിരവധി ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയതുകൊണ്ട് തന്നെ ഇത്തവണത്തെ 7ാം സീസണിൽ മോഹൻലാൽ അവതാരകനായി എത്താൻ സാധ്യത വളരെ കുറവാണ് എന്ന ചർച്ചകളാണ് ഉയരുന്നത്. മറ്റു പല ഭാഷകളിലും ബിഗ് ബോസ് എന്ന ഷോ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നെങ്കിലും ഏറെ വൈകിയാണ് ലോകപ്രശസ്തമായ ഈ ഒരു ഷോ മലയാളത്തിലേക്ക് വന്നത്. തുടക്കത്തിൽ വളരെ സംശയത്തോടെയായിരുന്നു ബിഗ് ബോസ് എന്ന ഷോ മലയാളി പ്രേക്ഷകർ കണ്ടിരുന്നത്. അതിന്റെ പ്രധാന കാരണം വർഷങ്ങൾക്ക് മുൻപ് സൂര്യ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോ ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു. എന്നാൽ മോഹൻലാലിനെ പോലുള്ള ഒരു താരത്തിന്റെ അവതരണവും മത്സരാർത്ഥികളുടെ പ്രകടനവുമെല്ലാം ബിഗ് ബോസ് എന്ന ഷോയെ പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളെല്ലാം തന്നെ പ്രേക്ഷകരെ ബിഗ് ബോസ് എന്ന ഷോ പ്രിയങ്കരമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. സൽമാൻ ഖാന്റെയും കമൽഹാസന്റെയും അഗ്രസീവ് സ്റ്റൈൽ മോഹൻലാൽ പുറത്തെടുക്കുന്നില്ല എന്നൊരു വിമർശനം ചിലർക്കുണ്ടെങ്കിലും കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു മോഹൻലാലിന്റെ അവതരണം. ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്നും മോഹൻലാൽ മാറുകയാണെങ്കിൽ പകരം ആര് വരുമെന്ന ചോദ്യം വളരെയധികം ശക്തമാണ്. ബിഗ് ബോസ് എന്ന ഷോ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിൽ മോഹൻലാലിന് പ്രത്യേക സ്ഥാനമുണ്ട്. മോഹൻലാൽ അവതാരക സ്ഥാനത്ത് നിന്നും ഒഴിയുകയാണെങ്കിൽ പൃഥ്വിരാജിനാണ് ചിലർ സാധ്യത കാണുന്നത്. സീസൺ 6 മോഹൻലാൽ ഒഴിയുകയാണെങ്കിൽ സുരേഷ് ഗോപി വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ചില ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു അവതാരകൻ തന്നെ വേണം. അതുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ പേരുകൾ ഉയർന്നു വരുന്നത്. എന്നാൽ തമിഴിൽ പുതിയ സീസണിൽ കമൽഹാസന് പകരം വിജയ് സേതുപതിയാണ് അവതാരകനായി എത്തിയത്. ഇതേ സമയം തന്നെ ഇതിന്റെ അവസാനത്തെ ബിഗ് ബോസ് ആയിരിക്കുമെന്ന് കന്നഡ ബിഗ് ബോസിന്റെ അവതാരകൻ കിച്ച സുദീപും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസ് മലയാളത്തിൽ അവതാരകനായി മോഹൻലാലിനെ നഷ്ടപ്പെടാതിരിക്കാൻ ബിഗ് ബോസ് അധികൃതർ പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതാനും മാസങ്ങൾക്കകം തന്നെ ബിഗ് ബോസിന്റെ പ്രോമോ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മോഹൻലാലാണോ പകരം മറ്റാരെങ്കിലുമാണോ വരുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ബൈ.